ഒരു കാര്യത്തിന്റെ ആമുഖം മാത്രം ഉസ്താദ് വരുന്നത് വരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ കണക്കില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മെ ഉത്ബോധിപ്പിച്ച ഒരു വിഷയമാണ് അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക, അവന് ദിക്റ് ചൊല്ലുക, അവനെ ദിക്റ് ചെയ്യുക. അല്ലാഹുവിനെ എപ്പോഴും ഓർക്കുകയും അവൻ ചെയ്ത നിഅമത്തുകൾക്ക് ശുക്റായി അവന്റെ നാമങ്ങൾ, അവനിഷ്ടപ്പെട്ട വചനങ്ങൾ നാവിലൂടെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒട്ടനവധി ആയത്തുകളിലൂടെ അല്ലാഹു തആല ദിക്റിന്റെ ഫളീലത്ത് അല്ലെങ്കിൽ അതിന്റെ ഫലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാം കൂടി ഇവിടെ ഓതി ആ ഭാഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബർക്കത്തിന് വേണ്ടി 1-2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഫദ്കുറൂനി അദ്കുർക്കും. മറ്റൊരായത്തിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വകാന ബിൽ-മുഅ്മിനീന റഹീമാ. നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ, സത്യവിശ്വാസികളായ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് ഒരുപാട് ദിക്റ് ചൊല്ലണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന് തസ്ബീഹ് ചൊല്ലണം. അതിന്റെ കാരണമെന്നോണം തുടർന്ന് അല്ലാഹു തആല പറയുന്നു, എന്തിനാണ് നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതും അല്ലാഹുവിന് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന കാരണത്തിന്റെ രൂപത്തിൽ അല്ലാഹു തആല പറയുന്നു, ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു. അവനാണ് നിങ്ങളുടെ മേലും, അവനും അവന്റെ മലായികത്തും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, നിങ്ങളെ ഇരുളുകളിൽ നിന്ന്, കുഫറിന്റെ, ബിദ്അത്തിന്റെ, തിന്മകളുടെ, അങ്ങനെ ഒരുപാട് ഇരുളുകൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക്, അല്ലാഹുവിന്റെ നൂറ് തജല്ലിയാത്തിലേക്ക്, ഈമാനിലേക്ക്, ഇഖ്ലാസിലേക്ക്, അങ്ങനെയുള്ള പ്രകാശങ്ങളിലേക്ക് നിങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടി. വകാന ബിൽ-മുഅ്മിനീന റഹീമാ, അവൻ മുഅ്മിനീങ്ങൾക്ക് വല്ലാതെ കരുണ ചെയ്യുന്നവനാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകൾ ആ വിഷയത്തിലുണ്ട്. ഞാൻ ദീർഘമായി അങ്ങോട്ട് കടക്കുന്നില്ല. മറ്റൊരു കാര്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിക്റിന്റെ ഫളീലത്ത് വ്യാപകമായി നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അതും ഒരുപാട് ഹദീസുകൾ നമ്മൾ നിബിധങ്ങൾ പറഞ്ഞ ഹദീസുകളുടെ ബാഹ്യാർത്ഥം മാത്രം വെച്ചുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞാൽ തന്നെ ഇന്നോ നാളെയോ പറഞ്ഞാൽ തീരാത്തത്രയും ദിക്ർ ചൊല്ലുന്നതിന്റെ ഫളീലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബർക്കത്തിനു വേണ്ടി ഹദീസും 1-2 ഓതിക്കൊണ്ട് വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട തബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൻ ഉമ്മി അനസ് റളിയല്ലാഹു തആല അൻഹുമാ
ബഹുമാനപ്പെട്ട ഉമ്മു അനസ് റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് അൻഹാ ഖാലത്ത്, അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഔസിനി, തങ്ങൾ എനിക്ക് ഉപദേശം തരണേ. ആ സമയത്ത് അവിടുന്ന് പറയുന്നു, ഹുജുരിൽ മആസിയ ഫഇന്നഹാ അഫ്ളലുൽ ഹിജ്റ വഹാഫിളീ അലൽ ഫറായിദ് ഫഇന്നഹാ അഫ്ളലുൽ ജിഹാദ് വഅക്ഥിരീ മിൻ ദിക്രില്ലാഹ് ഫഇന്നക ലാ തഅതീന അല്ലാഹ ബിശൈഇൻ അഹബ്ബ ഇലൈഹി മിൻ കസറത്തി ദിക്രിഹി. ഓ ഉമ്മു അനസേ, ഹുജുറുൽ മആസിയ, അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ഉപദേശം കൊടുക്കുന്നു. അത് ഉമ്മു അനസിന് മാത്രമുള്ളതല്ല, ലോകത്തിന് മുഴുവനുമുള്ള ഉപദേശമാണ്. അവിടുത്തെ വാക്കുകൾ അങ്ങനെയാണല്ലോ, ഓർത്തീത്തു ജവാമി അൽ കലിമി, എനിക്ക് അർത്ഥസമ്പുഷ്ടിയുള്ള വാചകങ്ങൾ നൽകപ്പെട്ടു എന്നാണല്ലോ അവിടുന്ന് പഠിപ്പിച്ചത്. അവിടുന്ന് കുറഞ്ഞ വാക്കുകൾ പറഞ്ഞാൽ തന്നെ അതിൽ ഒരുപാട് കാലങ്ങളോളം എഴുതാനുള്ള ആശയങ്ങളുണ്ട്, പറയാനുള്ള ആശയങ്ങളുണ്ട്. അവിടുന്ന് 3 കാര്യങ്ങളാണ് വസിയത്ത് ചെയ്യുന്നത്. ഉഹുജുൽ മാസിയ, ഉമ്മു അനസേ, എന്താണ് ചെയ്യേണ്ടത്? ദോഷങ്ങളെ നീ കൈവടിയണം, ദോഷങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഫഇന്നഹാ അഫ്ളലുൽ ഹിജ്റ, ഏറ്റവും വലിയ ഹിജ്റ, അഫ്ളലായ ഹിജ്റ അതാണ്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതലായി കിടക്കുന്നില്ല, ബാഹ്യാർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ്. തിന്മ ജീവിതത്തിൽ കൈവടിയുക എന്നതാണ് ഏറ്റവും അഫ്ളലായ ഹിജ്റ. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കരിക്കാൻ ഒരുപക്ഷെ പ്രത്യേകിച്ച് റമദാനിലൊക്കെ കഴിഞ്ഞേക്കും, അല്പമൊക്കെ ഇടയിൽ വിശ്രമിച്ചാലും നമുക്ക് കഴിഞ്ഞേക്കും. ഖുർആൻ ഒരുപാട് ഖത്മുകൾ തീർക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. അതേപോലെ ദിക്ർ ചൊല്ലി നടക്കാൻ അത്ര പ്രയാസമില്ല, താരതമ്യേന പ്രയാസമാണെങ്കിലും ഞാൻ പറയാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് പ്രയാസമില്ല. അങ്ങനെ ഉറക്കൊടിഞ്ഞ് ഇബാദത്ത് ചെയ്യുവാൻ, ഖുർആൻ ഓതുവാൻ നമുക്ക് പ്രയാസം കുറവാണ്. അതേ സമയത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ സാഹചര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും പ്രേരണകളിൽ പെട്ടുകൊണ്ട് നമ്മിൽ നിന്ന് വന്ന് ഭവിച്ചു പോകുന്ന ഒരുപാട് തിന്മകളുണ്ടല്ലോ, ആ തിന്മകളൊന്ന് കൈവടിയാൻ അതൊരൽപ്പം പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് ഫഇന്നഹാ അഫ്ളലുൽ ഹിജ്റ, അതാണ് ഏറ്റവും അഫ്ളലായ ഹിജ്റ. ഇപ്പൊ പന്തുകളിന്റെ കാലമാണ്. ഈ പന്തുകളിയിൽ വെട്ടുകൊണ്ട് അതിന്റെ പിന്നാലെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവരുണ്ട്. ഒരുപാട് ആളുകൾ വിശുദ്ധ റമളാനിന്റെ മഹത്വം പോലും മറന്നുകൊണ്ട് അതിന്റെ പിന്നാലെ, ആ പന്തുകളുടെ പിന്നാലെ അവരുടെ മനസ്സോടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അഫ്ളലായ സമയമാകുന്ന തഹജ്ജുദിന്റെ സമയത്ത് പോലും ആ പന്തുകളി കണ്ടുകൊണ്ട് തന്റെ കണ്ണിനെ ദുഷിപ്പിക്കുന്നവർ, തന്റെ കൽബിനെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇത്തരം ആളുകളോട് പെട്ടെന്ന് ആ തിന്മ നീ മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ, നീ ഒഴിവാകണമെന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമുണ്ടാകും. ദിക്ർ ചെല്ലുന്ന മാതിരിയല്ല. അവനോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ ഓക്കെ, കളി കഴിഞ്ഞാൽ നിസ്കരിച്ചോളാം അവൻ പറയും. നോമ്പ് നോൽക്കാൻ ഓക്കെ, പ്രയാസമല്ല. പക്ഷെ ഇതൊന്ന് നിർത്തണമെന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമായിരിക്കും. സാധാരണ നുണ പറയാൻ മടിയില്ലാത്ത മനുഷ്യനോട് ഈ നുണ നിർത്തണം എന്ന് പറഞ്ഞാൽ, കളി പറയരുതെന്ന് പറഞ്ഞാൽ അപ്പം പറയും ഞാൻ നിർത്തിക്കോളാം. പക്ഷെ അവസരം വരുമ്പോൾ പിന്നെയും പറഞ്ഞു പോകും. എല്ലാ തിന്മകളും അങ്ങനെ തന്നെ. ഗീബത്താണെങ്കിലും, ആളുകളെ അസഭ്യം പറയുന്നവനാണെങ്കിലും, കള്ളു കുടിക്കുന്നവനാണെങ്കിലും, ഏത് തിന്മയും അങ്ങനെ തന്നെയാണ്. അതൊക്കെയും പെട്ടെന്നങ്ങ് നിർത്തുക, ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക അല്പം പ്രയാസമാണ്. അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യന് തന്റെ വികാരശമനം, ആ വികാരശമനത്തെ അന്യരെ ഉപയോഗപ്പെടുത്തരുത്, നീ അല്ലാഹുവിന് വഴിപ്പെടണമെന്ന് പറയുമ്പോൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ഈ മനുഷ്യന് പ്രയാസമായിരിക്കും. ഞാൻ എത്രയോ
സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട് ചില പെൺകുട്ടികൾ, അതേപോലെ ചില ചെറുപ്പക്കാർ. അവർ പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അന്യരുമായി ഹറാമായ നിലക്കുള്ള ബന്ധം, അത് നിർത്താൻ എന്ത് വിചാരിച്ചിട്ടും ആശയുണ്ട് ഉസ്താദേ, പക്ഷേ കഴിയുന്നില്ല. എന്ത് ചെയ്യും? ഇരിക്കട്ടെ, ആ ഭാഗം ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമതായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നബിതങ്ങൾ പഠിപ്പിച്ചത് തിന്മകളിൽ നിന്ന് മാറി നിൽക്കൽ അഫ്ദലുൽ ഹിജ്റയാണ്. കൈവടി എന്ന വിഷയങ്ങളിൽ ഏറ്റവും അഫ്ദലായതാണ്. രണ്ടാമതായി അവിടുത്തെ ഉപദേശം അലൽ ഫറാഇ, ഫർളായ കാര്യങ്ങൾ വല്ലാണ്ട് സൂക്ഷിക്കണം. ഫഇന്നഹാ അഫ്ദലുൽ ജിഹാദ്, ജിഹാദിന്റെ കൂട്ടത്തിലെ പോരാട്ടങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദലായത് അത് ഫർളായ കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കലാണോ, അത് കണക്കിലെടുത്ത് സൂക്ഷിക്കലാണ്. അതുകൊണ്ടല്ലേ സ്വർഗത്തിന്റെ ആളുകളെ അല്ലാഹു തആല എണ്ണിയ സമയത്ത്, വിജയിച്ച മുഅ്മിനീങ്ങളെ ലക്ഷണം പറഞ്ഞ സമയത്ത് അവിടുന്ന് പറഞ്ഞില്ലേ, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവരുടെ നിസ്കാരങ്ങളെ കാര്യം കണക്കിലെടുത്ത് സൂക്ഷിക്കുന്നവരാണവർ. അപ്പോൾ ഫർളായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. അതും വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ ഉപദേശമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ശരീരത്തോട് നടത്തുന്ന പോരാട്ടങ്ങളിൽ ഏറ്റവും അഫ്ദലായ പോരാട്ടം ഫർളായ കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കലാണ്. അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തലാണ്. ആഖിറുസമാനിന്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിലൊന്ന് ഫർളായ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കുറഞ്ഞുകൊണ്ട് സുന്നത്തായ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുക എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ, ഞാൻ ഭാഗമൊന്നും വിശദീകരിക്കുകയല്ല, ഹദീസ് വായിച്ചപ്പോൾ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളെക്കാളേറെ നമുക്ക് പള്ളിയിൽ ആളൊരുമിച്ച് കൂടുന്ന ഒരു അമല് അത് പെരുന്നാളിന്റെ ദിവസമാണെന്ന് കാണാൻ കഴിയും. പെരുന്നാളിന്റെ അന്ന് അന്നെല്ലാവരും പള്ളിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ തീരെ പള്ളി വരാത്ത ആളെക്കുറിച്ച് ചിലപ്പോൾ തമാശ പറയാറുണ്ട്, വലിയൊരുനാളും വെള്ളിയാഴ്ചയും വാപ്പ മരിച്ച ദിവസമായിട്ടും അച്ചങ്ങായി പള്ളിക്കൊന്നില്ല. കാരണം തീരെ പള്ളി വരാത്ത മനുഷ്യനും വരുന്ന ദിവസമാണ് പെരുന്നാളിന്റെ ദിവസം. സുന്നത്താണ്, ആ സുന്നത്തിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നു, ഫർളിന്റെ കാര്യം അവഗണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നു, വഅക്തിരീ മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ നീ വർദ്ധിപ്പിക്കണം. ഉമ്മവനസേ, അല്ലാഹുവിന്റെ ദിക്ർ നീ വർദ്ധിപ്പിക്കണം. ഇലാഹി സ്മരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് പറയേണ്ടതില്ലല്ലോ, അതെല്ലാവർക്കും നിർബന്ധമുള്ളതാണ്. കാരണം അറ്റമില്ലാത്ത അനുഗ്രഹം ചെയ്യുന്നൊരു രാജാവ്, തിന്മകൾ എത്ര ചെയ്യുമ്പോഴും പിന്നെയും പിന്നെയും കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവ്, ആ രാജാവിനെതിരിൽ സംസാരിച്ച നാവിന് പിന്നെയും ആഫിയത്ത് കൊടുക്കുന്ന രാജാവാണ്. ആ രാജാവിനെതിരിൽ പ്രവർത്തിച്ച കൈകൾക്ക് പിന്നെയും കരുത്ത് പകരുന്ന രാജാവാണ്. അവനെതിൽ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവന്റെ ദീന് നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വെള്ളം കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, അറ്റമില്ലാത്ത കരുണയുടെ കടലായ തമ്പുരാനായ രാജാവ്, ആ രാജാവിനെ ഓർക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ അല്ലാഹുവിനെ ഓർക്കണമെന്നല്ല പറയുന്നത്, വഅക്തിരീ മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്നാ പറഞ്ഞത്. മരണത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാ? മരണത്തിന്റെ സ്മരണ അതെപ്പോഴും വേണമെന്നതിൽ തർക്കമില്ല. നമ്മുടെ മനസ്സ് നന്നാക്കാനും കൽബ് ശുദ്ധമാക്കാനും
ജീവിതം നന്നാക്കാനുമൊക്കെ ഏറ്റവും നല്ല മരുന്നായി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പഠിപ്പിച്ചത് കാണാം. മരണസ്മരണ വർദ്ധിപ്പിക്കുക. അവിടുത്തെ ഹദ്റത്തിൽ വന്ന ഒരു സഹോദരി, എന്റെ കൽബ് വല്ലാതെ ദുഷിച്ചിരിക്കുന്നു, നന്നാകാൻ മരുന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്ത മരുന്നാണ് മരണസ്മരണ വർദ്ധിപ്പിക്കുക. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മരണത്തെക്കുറിച്ച് പറഞ്ഞിടത്തും പറഞ്ഞത് അക്ഫറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, മരണത്തിന്റെ എല്ലാ രുചികളും രസങ്ങളും മുറിച്ചു കളയുന്ന മരണസ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ വർധനവ് നിർബന്ധമാണ്. ഇതേപോലെ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം, അത് നിർബന്ധമാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ സ്മരണ അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് വർദ്ധിപ്പിക്കുന്നത്? ഫഇന്നകി ലാ തഅതീന അല്ലാഹ ബിശൈഇൻ അഹബ്ബ ഇലൈഹി മിൻ കസറത്തി ദിക്രിഹി. നീ വരുന്നില്ല, നീ ചെല്ലുന്നില്ല അള്ളാഹുവിന്റെ സമീപത്തേക്ക് നാളെ പാരത്രിക ലോകത്ത് നിന്റെ അഅമാലുകളുടെ, നിന്റെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, നന്മയാണെങ്കിൽ ഖൈറാണെങ്കിൽ അതിന്റെ ഫലം, തിന്മയാണെങ്കിൽ അതിന്റെ ഫലം, ഏതായാലും ആ ഫലം അനുഭവിക്കാൻ വേണ്ടി നീ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നാളെ ചെല്ലുന്നില്ല. ബിശൈഇൻ അഹബ്ബ ഇലൈഹി മിൻ കസറത്തി ദിക്രിഹി. ഫഇന്നകി ലാ തഅതീന അല്ലാഹ ബിശൈഇൻ അഹബ്ബ ഇലൈഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് നീ കൊണ്ടുവരുന്നില്ല. മിൻ കസറത്തി ദിക്രിഹി, അള്ളാഹുവിന്റെ അധികേഴ്ച ദിക്റിനേക്കാൾ. അപ്പൊ അള്ളാഹുവിനെ വല്ലാണ്ട് ഓർക്കുക. ഈ ദിക്ർ അതാ നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട അമലായിക്കൊണ്ട് നിനക്ക് കൊണ്ടു ചെല്ലാൻ കഴിയും. ഒരൊറ്റ ഹദീസ് കൂടി ഓതിക്കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതാ ബഹുമാനപ്പെട്ട ബസ്സാർ റളിയല്ലാഹു തആല അൻഹു തബറാനി ഇമാമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അജദ മിൻകും മനിൽ ലൈലി അൻ യുകാബിദഹു വബഖില ബിൽ മാലി അൻ യുൻഫിഖഹു വജബന അനിൽ അദുബി അൻ യുജാഹിദഹു ഫൽയുക്സിർ ദിക്റല്ലാഹ്. ആരെങ്കിലും മൻ അജദ മിൻകും മനിൽ ലൈലി അൻ യുകാബിദഹു, രാത്രിയിൽ വല്ലാണ്ട് ഉറക്കൊഴിഞ്ഞുകൊണ്ട് പരിശ്രമം നടത്തിക്കൊണ്ട് ശരീരത്തിനെ ക്ഷീണിപ്പിക്കാൻ ആർക്കെങ്കിലും അശക്തത വന്നു കഴിഞ്ഞാൽ, സ്വാലിഹീങ്ങൾ സ്മരിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമും റളിയല്ലാഹു തആല അൻഹു, അതുപോലെ ഒരുപാട് മഹാന്മാർ, അവരൊക്കെയും രാത്രികളെ ഹയാത്താക്കിയവരാണ്. 40 വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം കുളിച്ചോവർ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ നമുക്കറിയാം, നിലവേറും ഈശാത്തോ ലുതോരോവാലേ 40 ഗൃഹീതോലോദോവർ. ഓഹുലേളം തങ്ങളുടെ കഥയാണ് നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ എത്രയോ മഹാന്മാര് പതിരാ സമയങ്ങളെ ഉറക്കൊഴിഞ്ഞുകൊണ്ട് ഹയാത്താക്കി. ബഹുമാനപ്പെട്ട മൈമുന ബീവി റളിയല്ലാഹു തആല അൻഹാ ജബലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു എന്ന് പാടിക്കൊണ്ട് എങ്ങനെയാണ് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അടിമ ഉറങ്ങുക എന്ന് ചോദിച്ചുകൊണ്ട് ആ ഉറക്കം വല്ലാത്ത അത്ഭുതമാണ്. കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു, എല്ലാ ഉറക്കവും പടച്ച റബ്ബിനെ സ്നേഹിക്കുന്ന, യജമാനനായ റബ്ബിനെ സ്നേഹിക്കുന്ന അടിമക്ക് ഹറാമാണെന്ന് പാടിക്കൊണ്ട് തെരുവോരങ്ങളിലൂടെ പടച്ച റബ്ബിന്റെ ദിക്റുമായി ആ ദിക്റിലേക്ക് ജനങ്ങളെ ഉണർത്തിക്കൊണ്ട് നടന്നു നീങ്ങിയ മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹ, അവരെപ്പോലെ ആ പതിരാ സമയങ്ങളോട് കിടപിടിക്കാൻ, രാത്രിയുടെ ഉറക്കിനോട് കിടപിടിക്കാൻ നിങ്ങളെ ശക്തനായാൽ, വബഖില ബിൽ മാലി അൻ യുൻഫിഖഹു,
നിബിധങ്ങൾ പറയുന്നു, അവന്റെ സമ്പത്ത് ചെലവഴിക്കാൻ അവന് ഒരൽപ്പം പിശുക്കുണ്ട്. സമ്പത്ത് വല്ലാണ്ട് ചെലവഴിക്കാൻ മനസ്സ് വരുന്നില്ല. അത് വിചാരിച്ച് ഇനി പറയാൻ പോലെ വിക്രമില്ലിങ്ങനെ നടന്നാൽ മതി എന്നല്ല, അവനക്ക് എങ്ങനെ വിചാരിച്ചിട്ടും അതിങ്ങോട്ട് പോക്കറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ വല്ലാത്ത മടി, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് അതിങ്ങോട്ട് നല്ല മാർഗത്തിലേക്ക് പിൻവലിക്കാൻ എങ്ങനെ ശ്രമിച്ചിട്ടും എത്ര വാല്യൂ വിട്ടിട്ടും ഇങ്ങോട്ട് ഒന്ന് നഫ്സ് വഴിപ്പെട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ചില കാര്യങ്ങൾ. എത്ര ചെയ്യണമെന്ന് ആശിച്ചാലും കഴിയൂല, മനസ്സ് അനുവദിക്കൂല, അല്ലെങ്കിൽ ശരീരം അനുവദിക്കൂല, മനസ്സ് ആശിക്കുന്നുണ്ടാകും. ഇങ്ങനെ സമ്പത്ത് ചെലവഴിക്കാൻ അവന് ചെറിയൊരു പിശുക്ക് മനസ്സിൽ തോന്നുകയാണ്. ശത്രുവിനോട് പോരാടാൻ അവൻ ഭീരുവായി തീരുകയും ചെയ്തു. ശത്രുവിനോട് പോരാടാൻ ഭീരുവാണ്. ഏറ്റവും വലിയ ശത്രു നമ്മുടെ ശരീരവും ശൈത്താനും തന്നെയാണ്. ഉസ്താദും ഇന്ന് ക്ലാസ് എടുത്തപ്പോൾ അത് വിശദീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു യുദ്ധം കഴിഞ്ഞു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത്, നമ്മൾ ചെറിയ യുദ്ധം കഴിഞ്ഞു, ഇനി അക്ബറുൽ ജിഹാദിലേക്കാണ് നാം മുന്നിട്ടുകൊണ്ടിരിക്കുന്നത്. സഹാബത്ത് പേടിച്ചുപോയി. ഏതാണ് അക്ബറുൽ ജിഹാദ്? ഈ യുദ്ധം തന്നെ സഹിക്കവയ്യാതെ പരിക്കും പറ്റി ഒരുപാട് വിഷമിച്ചു വന്നതാ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത വലിയ യുദ്ധം ഏതാണ്? നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ആ യുദ്ധം സ്വന്തം ശരീരത്തോടുള്ള യുദ്ധമാണ്. അതുകൊണ്ടാണ് ഇമാം ബുസ്രി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, വഖാലിഫിൻ നഫ്സ ശൈത്താന വഅസിഹിമാ വഇൻഹുമാ മഹളാ കന്നസ്ഹാ ഫത്തഹിമീൻ. സ്വന്തം ശരീരത്തോട് ശൈത്താനോട് നീ എതിര് പ്രവർത്തിച്ചോ, ആ ജിഹാദും നിനക്ക് കഴിയുന്നില്ല, നീ ഭീരുവായി. അതുപോലെ ശത്രുക്കളോട്, ദീനിന്റെ ശത്രുക്കളോട് പോരാടേണ്ട ഘട്ടത്തിൽ നിനക്കതിന് കഴിയാത്ത നീ ഭീരുവായി പോയി എങ്കിൽ, ഇത്തരം നിനക്ക് അശക്തതകൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്ത് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ എളുപ്പമാർന്ന ഹിസാബിലൂടെ രക്ഷപ്പെടാൻ ആവശ്യമായിരിക്കുന്ന, അവിടെ അവന്റെ മീസാനിന്റെ വലംതത്തിന് ഭാരം വല്ലാണ്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന രാത്രി നിസ്കാരങ്ങൾ, തഹജ്ജുദ് നിസ്കാരങ്ങൾ, അതുപോലെ റബ്ബിന്റെ മാർഗത്തിലുള്ള സമ്പത്ത് ചെലവഴിക്കൽ, അതുപോലെ ശത്രുവിന്റെ തലവെട്ടിക്കൊണ്ട് ആ ശത്രുവിന്റെ മുമ്പിൽ തന്റെ തല ചായ്ച്ചു വെച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തോട് പോരാട്ടം നടത്തിക്കൊണ്ട്, പരിശ്രമം നടത്തിക്കൊണ്ട്, അവിശ്രമ പരിശ്രമത്തിലൂടെ ആഖിറത്തിൽ വിജയിക്കാൻ ആവശ്യമായ മഹാന്മാര് മുഴുവനും പരിശ്രമിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നേടിയെടുത്ത ഇത്തരം നന്മകൾക്ക് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അവൻ അല്ലാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിച്ചുകൊള്ളട്ടെ. ഇതൊന്നും കഴിയാത്ത മനുഷ്യൻ വല്ലാണ്ട് ദിക്ർ ചൊല്ലിക്കോട്ടെ. അത് ചില്ലറ വിഷയമല്ല, ഒരുപാട് ഹദീസ് ആ വിഷയത്തിലുണ്ട്. അത് പറഞ്ഞാൽ പിന്നെ ഹദീസുമായിട്ട് മാത്രമായി പോകുന്നത് കൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല എന്ന് മാത്രം. ആ ദിക്ർ അത് ഇത്ര വലിയ ഫളീലത്തുള്ളതാകാൻ, ഇത്ര ശ്രേഷ്ഠതയുള്ളതായിത്തീരാൻ എന്താണ് കാരണം? അതിന് ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തൻബീഹുൽ ഗാഫിലീനിൽ വിശദീകരിച്ചത് കാണാം. മറ്റെല്ലാ അമലുകൾക്കും അല്ലാഹു തആല സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് സമയമുണ്ട്, നോമ്പിന് സമയമുണ്ട്, ഹജ്ജിന് സമയമുണ്ട്. ഇങ്ങനെ മറ്റ് അമലുകൾക്കൊക്കെ അല്ലാഹു തആല സമയം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ദിക്ർ ചൊല്ലാൻ അതിന് സമയമില്ല, അതിന് അളവില്ല. എത്രയും ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം. അതെപ്പോഴും ചെയ്യേണ്ടതാണ്. നന്ദിയുള്ള അടിമയെ സംബന്ധിച്ചിടത്തോളം ആ ദിക്ർ ഒഴിവാക്കാൻ പറ്റുകയേ ഇല്ല. ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിനെ വല്ലാണ്ട് അധികരിച്ചുകൊണ്ട് ഓർക്കണേ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. എന്താണ് അല്ലാഹു തആല പറഞ്ഞ കസീറൻ എന്നതിന്റെ അർത്ഥം?
ഒരുപാട് ദിക്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഐ ഫീ ജമീഉൽ അഹ്വാൽ, എല്ലാ ഘട്ടത്തിലും ജീവിതത്തിന്റെ സകലമായ നിമിഷങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുക. അതുകൊണ്ടാണ് ദിക്റിന് വലിയ ഫളീലത്ത് എന്ന് പറയുന്നത്. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം. ഒരു മുഅ്മിനായ മനുഷ്യന് അത് ഒഴിവാക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ടവർ തന്നെ അത് വിശദീകരിക്കുന്നു. കാരണം ഒരു അടിമ 4 ഒരു അവസ്ഥയിലായിരിക്കും ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. 4 ഒരു അവസ്ഥ അവനുണ്ടാകും. ഒന്നിൽ അള്ളാഹുവിന്റെ ത്വാഴത്തിലായിരിക്കും, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടായിരിക്കും അവന്റെ ജീവിതം. അള്ളാഹു ആ ജീവിതം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മോമിനിയങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഔഫിൽ മഅസിയത്തി, രണ്ടാമതവന്റെ അവസ്ഥ ത്വാഴത്തിലല്ലെങ്കിൽ പിന്നെ മഅസിയത്തിലാണ്, തിന്മകളിലാണ്. വിശദീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഔഫിൻ നിഅമത്തി, നിഅമത്തിലായിരിക്കും അവന്റെ ജീവിതം. അള്ളാഹു അവനൊരുപാട് നിഅമത്തുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. അത് ത്വാഴത്തും മഅസിയത്തും ഉള്ളതോടുകൂടെ തന്നെ ഉള്ള മറ്റൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഔഫി ശിദ്ദത്തി, പ്രയാസത്തിലായിരിക്കും. അപ്പൊ ഒന്നുകിൽ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ദോഷം ചെയ്തുകൊണ്ട്. ഈ അവസ്ഥ ഉള്ളപ്പോൾ തന്നെ അള്ളാഹുവിന്റെ നിഅമത്തിലായിരിക്കാം, അല്ലെങ്കിൽ ശിദ്ദത്തിലായിരിക്കാം, പ്രയാസങ്ങളിലായിരിക്കാം. ഇങ്ങനെ 4 അവസ്ഥയാണെങ്കിലും 4 ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർക്കാതിരിക്കാൻ അവന് നിർവാഹമില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, ത്വാഴത്തിന്റെ ഘട്ടത്തിലാണെങ്കിൽ, അള്ളാഹുവിന് വഴിപ്പെടുന്ന അവസ്ഥയിലാണെങ്കിൽ എങ്ങനെ അള്ളാഹുവിനെ ഓർക്കണം? അത് അള്ളാഹു കബൂൽ ചെയ്യാൻ വേണ്ടി റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം. അല്ലാഹ്, പാതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്തും അതാ സുബ്ഹിന്റെ മുമ്പ് എണീറ്റുകൊണ്ട് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യനാണ്. അതൊരു ഉദാഹരണം. ബാക്കിയെല്ലാ ത്വാഴത്തിനും പുറമെ വളരെ പ്രധാനപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ അവസ്ഥക്ക് ഭാഗ്യം ലഭിച്ച മനുഷ്യൻ അവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉജുബ് നടിക്കലല്ല വേണ്ടത്. ഞാനിതാ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, എന്റെ കണ്ണിൽ നിന്ന് 2 കണ്ണുനീര് താഴേക്ക് വീണിട്ടുണ്ടല്ലോ. ഈ കണ്ണുനീര് വീണതിന്റെ പേരിൽ അഹങ്കരിക്കലല്ല, മറിച്ച് വേണ്ടതെന്താണ്? ഈ 2 റക്അത്ത് റബ്ബ് തന്ന തൗഫീഖാണല്ലോ, നന്ദിയോടെ റബ്ബിനെ ഓർക്കണം. എന്നിട്ട് റബ്ബിനോട് സ്വീകരിക്കാൻ വേണ്ടി പറയണം. അത് ഏത് അമൽ ചെയ്താലും റബ്ബിനോട് ചോദിക്കണം സ്വീകരിക്കാൻ വേണ്ടി. ലോകത്തെ ഏറ്റവും സ്വഹീഹായ ഒരു അമൽ ചെയ്ത മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഖിയാമ നാൾ വരെ വരുന്ന ലോകത്തെ ജനത മുഴുവനും അവിടുത്തെ ആ അമലിനെ പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ സ്മരിച്ചുകൊണ്ടതാ എല്ലാ വർഷത്തിലും അല്ല എല്ലാ നിമിഷത്തിലും ആ കഅബന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ആ കഅബാലയത്തിന്റെ പണി നടത്തുന്നത് വളരെ സ്വഹീഹായ നിലക്ക് തന്നെയാണ്. പക്ഷേ സ്വഹീഹായതുകൊണ്ട് കബൂൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്വഹീഹായ നിലക്ക് പണി നിർവഹിച്ചിട്ടും വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ വഇസ്മാഈൽ, അതാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടെ കഅബന്റെ പണി നിർവഹിച്ചിട്ട് പടച്ച റബ്ബിനോട് ആരക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ അത് സ്വീകരിക്കണേ. ആ മഹത്തായ അമൽ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി ദ്വാരക്കും. അപ്പൊ നമ്മളൊക്കെ എന്ത് അമൽ ചെയ്താലും റബ്ബിനോട് ദ്വാരക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹു തആല നമ്മുടെ ഈ അമലും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോ ത്വാഅത്തിന് തൗഫീഖ് കിട്ടിയാൽ ഇത് അല്ലാഹു തന്ന നിഅമത്ത് എന്ന നിലക്ക് ശുക്റിന്റെ മനസ്സുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കണം, ഖബൂലിന് വേണ്ടി ദ്വാരക്കണം. രണ്ടാമതായി, തിന്മയിൽ ആണ് അവൻ പെട്ടുപോയതെങ്കിൽ, അവൻ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നവനാണ്. അന്യ സ്ത്രീയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാകാനുള്ള ബന്ധപ്പെടൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെ കാണുന്നതിന് അവന് മടിയില്ല. ഇന്നിപ്പോ അതൊന്നും ഒരു വിഷയമല്ലാതായി മാറിയിട്ടുണ്ട്. ഒരുപാട് തിന്മകൾ ഇന്ന് തിന്മയല്ലാതെയായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇബ്ലീസ് അങ്ങനെയാണ് നമ്മളെ പഴപ്പിക്കുന്ന. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്,
കിതാബ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അവർ തൗബ ചെയ്ത് മടങ്ങുന്നെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകളായി തോന്നിക്കുന്ന വിഷയങ്ങൾ ഗസാലിമാമ് തന്നെയാണ് പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. ചെറിയ തിന്മകൾ അതവർക്ക് തിന്മയായി തോന്നുകയില്ല. അത്തരം തിന്മകളിൽ ഞാൻ അവരെ ചാടിക്കും. വലിയ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ തൗബന്റെ മനസ്സുകൊണ്ട് ഓർത്തേക്കാം. അതേ സമയത്ത് ചെറിയ തെറ്റുകൾ നമ്മൾ ചെറുതായി കണ്ടേക്കും, അള്ളാഹു അത് വലുതായി കണ്ടേക്കും. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അളീം. നമ്മൾ അതിനെ വളരെ ലോലമായി കാണുന്നുണ്ട്. പക്ഷേ വഹുവ ഇൻദല്ലാഹി അളീം, അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ കുറ്റമായി പോയി. യഹ്സബൂനല്ല തഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങൾ അതിനെ ലോലമായി കാണുന്നു, പക്ഷെ അള്ളാഹു വലുതായി കാണുന്നു. അങ്ങനെ എത്രയോ തെറ്റുകളെ കൊണ്ട് ചില ആളുകൾ നരകത്തിൽ കിടന്ന കഥകൾ മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകൾ ഉദ്ധരിച്ചതുണ്ട്. ബഹുമാനപ്പെട്ട ഷെഹറാൻ ഇമാമും ഗസാലി ഇമാമും അതുപോലെ തന്നെ അബുൽ ലൈസ് സമർഖന്ദി തങ്ങളൊക്കെ ഉദ്ധരിച്ചത് കാണാം. ചെറിയ തെറ്റുകളായി നമുക്ക് അനുഭവപ്പെടും, അള്ളാഹു അത് വലുതായി കണ്ടു. സുബ്ഹാന റബ്ബി. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അപ്പോ ചെറിയ തെറ്റുകളായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞത് വ്യാപകമായി നടക്കുന്ന തെറ്റായതുകൊണ്ടാണ്. ഇപ്പൊ ജ്യേഷ്ഠന്റെ ഭാര്യനെ കാണുക, അനുജന്റെ ഭാര്യനെ കാണുക, കാണലല്ല തൊടലും ഒരു വിഷയമല്ലാതെ ആയി മാറിയിരിക്കുകയാണ്. പലരും പല നാടുകളിലും വീടിന്റെ അകത്തേക്ക് കയറി ചെന്നാൽ ഓൾ ഇന്ത്യ പെർമിറ്റാണ്, മൂത്താപ്പാന്റെ മോളാണ്, മൂത്തമ്മാന്റെ എളാമാന്റെ അമ്മായിന്റെ മക്കളാണെന്നല്ല ആ കുടുംബ ബന്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം കാണുന്നു, തൊടുന്നു. എത്രയോ സ്ഥലങ്ങളിൽ നഊദുബില്ലാഹ് ചില സഹോദരങ്ങൾ അവരുടെ ജ്യേഷ്ഠന്റെ അനുജന്റെ ഭാര്യമാരെ ബൈക്കിന്റെ പിന്നിലിരുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നു. സുബ്ഹാന റബ്ബി. എന്നിട്ടെന്തെല്ലാം അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ആ ജ്യേഷ്ഠൻ ഗൾഫിലായിരിക്കും, അനുജനാണ് ജ്യേഷ്ഠന്റെ ഭാര്യയെ കൊണ്ടു നടക്കുന്നത്. അവസാനം മക്കളും ഈ അനുജന്റേതായി മാറുന്ന ദുരവസ്ഥ എത്രയോ നമ്മൾ വായിച്ചവരും അറിഞ്ഞവരും അനുഭവിച്ച് കണ്ടവരുമൊക്കെയാണ്. അല്ലാഹു നമ്മെ നമ്മോട് ബന്ധപ്പെട്ടയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മോക്ഷത്തിൽ നിന്നാണ് അതൊക്കെ തുടങ്ങുന്നത്. അന്നദുർ സഹ്മും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നോട്ടം ഇബ്ലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണ്. ആ ഒരു നോട്ടമായിരിക്കും. കാക്കന്റെ പെണ്ണുങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുത്തച്ചി എന്ന് പറയും, ചില നാട്ടിലൊക്കെ അമ്മായി എന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അമ്മായിയൊക്കെ വിളിക്കുമ്പോൾ ഒന്നുകൂടി അടുപ്പങ്ങോട്ട് കൂടുകയാണ്. അമ്മായിന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് തേനൊളിപ്പിച്ചിട്ട് ചെല്ലുന്നു, അമ്മായിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. അത് പിന്നെ പലതിലേക്കും കടം ചെല്ലുകയാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അങ്ങനെ എന്നോട് സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയുമായി ഇപ്പോൾ അകന്നു നിൽക്കാൻ കഴിയാത്ത ഘട്ടം വന്നു. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്റെ ഓർമ്മയിലുണ്ട്. ഈ റമദാനിൽ തന്നെ എന്നോട് പറഞ്ഞു, റമദാനിൽ അല്ല, അതിന് തൊട്ട് മുമ്പായിക്കൊണ്ടു. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധമത്ര അടുത്തുപോയി, ഇനി ഞാൻ ചോദിച്ചു ഞങ്ങൾക്കൊരു കല്യാണം കഴിച്ചുകൂടെ ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ അടുത്തുപോയി, ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളീന്ന് അവൾ പറയാതെ നിർവാഹമല്ല, അല്ലെങ്കിൽ ആകെ പ്രശ്നവും, കുടുംബ ബന്ധങ്ങൾ പലതും തകരും. ഇരിക്കട്ടെ, നമ്മൾ സൂക്ഷിക്കണം. ഈ വിശുദ്ധ റമദാനിൽ ഉസ്താദ് നമ്മുടെ ക്ലാസുകളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നോട്ടം നമ്മുടെ കൺട്രോളിന്റെ മാസമാണ്. നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കണം. ഖുലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ ചിമ്മാൻ വേണ്ടി പറയൂ നബി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ആയത്തുണ്ട്. വഹ്ഫളൂ ഫുറൂജഹും, ശേഷം അല്ലാഹു പറയുന്നത് അവരുടെ ഫർജുകളെ സൂക്ഷിക്കാനാണ്. അപ്പൊ കണ്ടോ, നോട്ടം, ആ നോട്ടം കാരണമായിക്കൊണ്ട് പിന്നീട് അവൻ ചെന്നെത്തിപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള തിന്മ അവന്റെ ഫർജുമായി അല്ലെങ്കിൽ അവളുടെ ഫർജുമായി ബന്ധപ്പെട്ടതാണ്, ഗുഹ്യസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പെണ്ണിനെ കാണുന്നു, ആ നോട്ടം കൊണ്ട് അവൻ ആകൃഷ്ടനാകുന്നു, അങ്ങനെ അവളുമായി ബന്ധപ്പെട്ടു പോകുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട അല്ലാമാ ഷാറാനി തങ്ങൾ അവിടുത്തെ മുഖ്തസർ തദ്കിറത്തുൽ ഖുർത്തുബിയിൽ പറഞ്ഞത് കാണാം. ഒരു ചെറുപ്പക്കാരൻ നല്ല സാലിഹായ മനുഷ്യനായിരുന്നു. ഇയാൾ ഒരുപാട് കാലം ബാങ്ക് വിളിച്ച മനുഷ്യനാണ്. ബാങ്ക് വിളിക്കുന്ന ആളെ ശ്രേഷ്ഠത പറയേണ്ടതില്ലല്ലോ. ഇന്ന അത്വലന്നാസി അനാഖൻ അൽ മുഅദ്ദിനൂൻ, നാളെ
പരലോകത്ത് തലയുയർത്തി നിൽക്കുന്നവരാണ് വാങ്ക് വിളിക്കുന്ന ആളുകൾ. അങ്ങനെ വാങ്ക് വിളിച്ച് ഒരുപാട് കാലം വാങ്ക് വിളിച്ച ഈ മനുഷ്യൻ ഒരിക്കലല്ല തന്റെ പള്ളിയുടെ അയൽവക്കത്തുള്ള താമസിക്കുന്ന ഒരു സ്ത്രീയെ, അമുസ്ലിം സ്ത്രീയെ കാണുകയാണ്. ആ മുസ്ലിം സ്ത്രീയെ കണ്ടപാടെയാൾ കണ്ണു ചിമ്മണമായിരുന്നു, തന്റെ ശരീരത്തെ നിയന്ത്രിക്കണമായിരുന്നു, തന്റെ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കണമായിരുന്നു. പക്ഷേ അയാള് നല്ലോണം കൊണ്ട് നോക്കി. ഇയാളെ കണ്ണ് മാത്രമല്ല കൽബും അവളിലേക്ക് ആകൃഷ്ടയായിപ്പോയി. അതുകൊണ്ടാണല്ലോ ഒരന്യ പെണ്ണും അന്യപുരുഷനും തനിക്കുന്ന സ്ഥലത്ത് ഇബ്ലീസ് മൂന്നാമനായി ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ മൂന്നാമനായി ഉണ്ടാവും. അത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അത് ഡോക്ടറെ അടുത്ത് പോകുന്നിടത്ത് പോലും ഇസ്ലാമിന്റെ നിബന്ധന ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു ഡോക്ടറെ പോലും അന്യപുരുഷനായ ഡോക്ടറെ കാണാൻ പോകുന്നത് പോണടുത്ത് തന്നെ നിബന്ധനകൾ ഒരുപാടുണ്ട്. ഒരു പുരുഷനായ ഡോക്ടറടുത്ത് സ്ത്രീ പോകണമെങ്കിൽ ആദ്യം നാട്ടിൽ യോഗ്യയായ ഒരു സ്ത്രീ, മുസ്ലിം സ്ത്രീ ഇല്ലെങ്കിൽ പിന്നെ അമുസ്ലിം സ്ത്രീയായ ഡോക്ടറുണ്ടോ എന്ന് നോക്കണം. അതും ഇല്ലെങ്കിൽ പിന്നെ മുസ്ലിം പുരുഷനായ ഡോക്ടറുടെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അയാളും ഇല്ലെങ്കിലേ പിന്നീട് അമുസ്ലിമായ ഡോക്ടറെ സമീപിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഇമാമിയങ്ങൾ എഴുതി വെച്ച നിയമം. അതൊന്നും ആരും പരിഗണിക്കാറില്ല എന്നത് നമ്മുടെ ദുരവസ്ഥയാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ നിർവാഹമില്ല. യോഗ്യനായ ആളാകണേ. ചിലപ്പം പെണ്ണുണ്ടാകും, പക്ഷെ പെണ്ണൊന്നിനും പറ്റൂല, കാശ് വെറും കായ് വാങ്ങാനേ പഠിച്ചിട്ടുള്ളൂ. രോഗം മാറണമെങ്കിൽ പുരുഷനായ ഡോക്ടറെ അടുത്ത് പോകണം. അപ്പൊ പിന്നെ അവിടെ പോകാം. അതുകൊണ്ടാണ് യോഗ്യനായ അല്ലെങ്കിൽ യോഗ്യയായ എന്ന് പറഞ്ഞത്. ഇരിക്കട്ടെ, അങ്ങനെ ഡോക്ടറെ കാണാൻ പോകുന്നിടത്ത് പോലും ശ്രദ്ധിച്ചില്ല എങ്കിൽ ദീനിന്റെ നിയമം തെറ്റിക്കലാണ്. നമ്മൾ ചെറുതായി കാണും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ കുറ്റമായിരിക്കാം. മാത്രമല്ല ദുനിയാവിൽ വെച്ച് തന്നെ ചിലപ്പോൾ പല അപരാധങ്ങളിലേക്കും ചെന്നുപെട്ടേക്കാം. ഞാൻ പത്രത്തിൽ വായിച്ചത് ഓർമ്മയുണ്ട്. ആ അപകടത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഒരു ഡോക്ടറുടെ സമീപത്ത് ആക്സിഡന്റായി ഈ പെണ്ണ് മരണത്തോട് മല്ലടിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഈ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഈ പെണ്ണിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാതെ ഡോക്ടർ ആ പെണ്ണിനെ തന്റെ അവിഹിത ബന്ധത്തിന് ഉപയോഗപ്പെടുത്തിയ ദുരവസ്ഥ നമ്മുടെ കേരളക്കരയിൽ നടന്ന സംഭവമാണ്. അതുകൊണ്ട് സഹോദരന്മാരും സഹോദരിമാരും ജാഗ്രത എന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ തിന്മകളിൽപ്പെട്ടേക്കാം. ഈ സഹോദരൻ ആ പെണ്ണിനെ കണ്ടപ്പോൾ പിന്നെയും നോക്കിയപ്പോൾ കൽബ് പെണ്ണിലേക്ക് ആകൃഷ്ടയായ നസറാനിയായ പെണ്ണാണ്. ഈ പെണ്ണിനെ ഈ സഹോദരൻ കൊതിച്ചുപോയി, മനസ്സിൽ ആശിച്ചുപോയി. അങ്ങനെ ആ പെണ്ണിനെ ഒന്ന് കിട്ടിയാൽ തരക്കടില്ല എന്ന നിലക്കായി അവസാനം ഈ പെണ്ണുമായി അതാ സംസാരത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരന് വേണ്ടി അല്ലെങ്കിൽ ഈ മനുഷ്യന് വേണ്ടി തന്നെ വാതിൽ തുറന്നു വെക്കുന്നു. ആരും ഇല്ലാത്ത സമയത്ത് ഈ ചെറുപ്പക്കാരനതാ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ സമയത്ത് ഈ പെണ്ണ് പറയുകയാണ്, ഈ പെണ്ണിനോട് ഇയാൾ പറയാണ്, എനിക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആശയുണ്ട് പെണ്ണ്. ഈ പെണ്ണ് പറയുന്നു, ഓക്കേ, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് മാത്രം. നിങ്ങൾ മുസ്ലിമായ നിലക്ക് എന്റെ പിതാവ് അത് അനുവദിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് രാജിവെച്ച് നസറാനിയാകണം, എങ്കിൽ എന്റെ അച്ഛൻ അതിനെ അനുവദിക്കും. ഈ ചെറുപ്പക്കാരൻ അതും സമ്മതിക്കുകയാണ്. വികാരത്തള്ളിച്ചയിൽ, വികാരത്തിന്റെ വേലിയേറ്റത്തിൽ ഈ ചെറുപ്പക്കാരൻ ആഖിറം മറന്നുപോയി. ഇതുവരെ റബ്ബിലേക്ക് ക്ഷണിച്ച മനുഷ്യനാണ്. ഹയ്യാല സ്വലാഹ്, ഏറ്റവും ഉത്തമമായ അമലാകുന്ന നിസ്കാരത്തിലേക്ക് വരുന്ന ജനങ്ങളെ 5 നേരം വിളിച്ച മനുഷ്യനാണ്. ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ ജനങ്ങളെ. 5 വർഷത്തേക്കുള്ള വിജയമല്ല, പഞ്ചായത്തിലേക്കോ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള നൈമിഷികമായ വിജയങ്ങളല്ല, ശാശ്വതമായ വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ ക്ഷണിച്ച മനുഷ്യനാണ്. അങ്ങനെ ക്ഷണിച്ച ഈ മനുഷ്യനതെല്ലാം മറന്നു തന്റെ റബ്ബായ അല്ലാഹുവിനെ മറന്നുപോയി. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ അതാ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കുന്നു. നഊദുബില്ലാഹ്. നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി, തന്റെ ഫർദിന്റെ, തന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ സുഖത്തിന് വേണ്ടി
ഇസ്ലാമാകുന്ന സുന്ദരമായ പാതയിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിക്കുന്നു. അങ്ങനെ ഈ പെണ്ണിനെ ഒന്ന് വേളി കഴിക്കാൻ, വിവാഹം കഴിക്കാൻ തന്റെ ആശയൊന്ന് വിട്ടാൽ ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയാള് തനിക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിഅമത്താകുന്ന ഈമാനങ്ങ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ആ കൊട്ടാരത്തിന്റെ, ഈ പെണ്ണ് താമസിക്കുന്ന തന്റെ വീടാകുന്ന ആ കൊട്ടാരത്തിന്റെ മേലെ ഒന്ന് കയറിയിട്ട് പട്ടണമൊക്കെ ഒന്ന് വീക്ഷിക്കാം, താനിതാ പുതുമണവാളനാകാൻ പോകുന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ അയാള് ആ കോണിപ്പടി കയറിയിട്ട്, വീടിന്റെ കൊട്ടാരത്തിന്റെ മേലെ കയറിയിട്ട് ആ നാടൊന്ന് വീക്ഷിക്കാൻ, പട്ടണമൊന്ന് കാണാൻ വേണ്ടി കയറുന്ന സമയത്തതാ അയാള് കോണിയിൽ നിന്ന്, ഗോവണിപ്പടിയിൽ നിന്നും കാല് വഴുതി താഴേക്ക് വീഴുന്നു. ഈ മനുഷ്യരങ്ങ് മരിച്ചു പോകുന്നു. നസറാനിയായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ നിലക്കഥാ വിശ്വാസിയായി ചത്തുപോകുന്നു. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുവരെ മുഅ്മിനായി ജീവിച്ച മനുഷ്യൻ തന്റെ ഒരു നോട്ടം കാരണത്താൽ എല്ലാം നഷ്ടപ്പെട്ട് താൻ ആശിച്ചതും കിട്ടിയില്ല. അവസാനം തന്റെ ഈമാനും നഷ്ടപ്പെട്ടുകൊണ്ട് കാഫിറായി ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് അവൻ അമീറായ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിഷയം അല്പം കൂടി പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ആ തിന്മ അങ്ങനെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ, മനുഷ്യ സഹജമായിട്ട് സംഭവിച്ചു പോയേക്കാം. സംഭവിച്ചാൽ അവിടെ എങ്ങനെയാണ് അല്ലാഹുവിനെ ഓർക്കേണ്ടത്? ബഹുമാനപ്പെട്ട അബൂലൈസ് സമർക്കന്ദി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഇംതിനാഴ് കൊണ്ട് അവൻ ഓർക്കണം. ആ തിന്മയിൽ നിന്നവൻ മാറി നിൽക്കണം. അതെന്ത് തിന്മയാണെങ്കിലും ശരി. അവന്റെ ജീവിതത്തിൽ കളവ് അറ്റമില്ലാതെ പറയുന്നവനാണ്, പെണ്ണിനെ നോക്കാൻ മടിയില്ലാത്തവനാണ്, മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കാൻ മടിയില്ലാത്തവനാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്തത് സംഭവിക്കുന്നവനാണെങ്കിൽ അത് അവൻ നിർത്തുകയും തൗബ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുകയും വേണം. ഉടൻ അല്ലാഹുവിനെ ഓർക്കണം. അങ്ങനെ ഓർക്കുന്നവർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ദക്കറുല്ലാഹ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം. തിന്മകൾ ചെയ്തു പോയാൽ അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാ അവർക്ക് പുറത്തു കൊടുക്കാനുള്ളത്? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ തിന്മയിൽ പെട്ടുപോയാൽ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കണം. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 2 വിശദീകരിച്ചിട്ടുള്ളൂ. 3ഉം 4ഉം ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിഅമത്താണ് 3ാമത് നമ്മൾ പറഞ്ഞിരുന്നത്. അല്ലാഹു നിഅമത്ത് ചെയ്യുമ്പോൾ അതേത് നിലക്കുള്ള നിഅമത്താണെങ്കിലും, ആഖിറത്തിൻ്റെതാണെങ്കിലും, ദുനിയാവിന്റെ നിഅമത്തുകളാണെങ്കിലും നമ്മൾ അല്ലാഹുവിനെ ഓർത്ത് ശുക്ർ കൊണ്ട് അല്ലാഹുവിനെ ഓർക്കണം. 4ാമതായിക്കൊണ്ട് പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ അവന് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം, സമ്പത്തിൽ പരീക്ഷിക്കപ്പെട്ടേക്കാം, അവന്റെ ശാരീരികമായ വിഷയങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടേക്കാം. പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നമ്മിൽ പലരും. അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നീക്കുമാറാകട്ടെ. അല്ലാഹു നൽകിയ മുബറമായ ഖളാഉകളിൽ അല്ലാഹു സമ്പൂർണമായ ക്ഷമ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അപ്പോൾ പരീക്ഷണങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന സമയത്ത് അവൻ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കേണ്ടവനാണ്. അല്ലാഹുവിനെ ക്ഷമ കൊണ്ട് മാത്രമല്ല, ശുക്ർ കൊണ്ടുകൂടെ ഓർത്തു കഴിഞ്ഞാൽ, അല്ലാഹുവിനവൻ സ്തുതിച്ചുകൊണ്ട് ഓർത്തു കഴിഞ്ഞാൽ അവനെ കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ശുദ്ധനായിക്കൊണ്ട് അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. ഒരു രോഗം വന്നു, ആ രോഗത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ദർശകരോട് അവൻ പറയുന്ന മറുപടി എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, അൽഹംദുലില്ലാ, റാഹത്താണ്. അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നുവെങ്കിൽ അങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണ്. ആ സമയത്ത് സന്ദർശിക്കുന്ന ആളുകളോട് അവൻ പറയുന്നത് അൽഹംദുലില്ലാഹ്, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. ഏത് രോഗം പിടിച്ചാലും ഏത് പ്രയാസം വന്നാലും
അള്ളാഹുവിനെ ഓർത്തവൻ ക്ഷമിക്കുക അതേറ്റവും താണ ഒരു പദവിയാണ്. അതിനപ്പുറം അവൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഓർക്കണം. അള്ളാഹു എനിക്ക് തന്ന പരീക്ഷണം എന്റെ ദോഷങ്ങൾ പൊറുക്കാനും എന്റെ പരലോകത്തെ വിജയത്തിനും വേണ്ടിയാണല്ലോ, എന്റെ ദർജകൾ ഉയർത്താനാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പരീക്ഷണ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾ കയ്യൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അതാ പാപമുക്തനായി അല്ലാഹു തആല അവനെ ആ കിടപ്പാടത്തിൽ നിന്ന് എണീപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രയാസം വരുമ്പോൾ ക്ഷമിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ഉയർന്ന മർത്തബ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ റബ്ബിനെ ഓർക്കേണ്ടതാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള നല്ലൊരു ജീവിതം റബ്ബ് തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ദക്കാര്യങ്ങളിലും ശക്കാര്യങ്ങളിലും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദ് അവർകൾ തുടർന്ന് ക്ലാസ് എടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.